സർ, അയാളെ അവസാനം കണ്ടത് സർ, എപ്പോഴാണ്? ഇന്നലെ രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞ് കാണണം. മുറിയുടെ കീ എടുക്കാൻ റിസപ്ഷനിൽ വന്നിരുന്നു സർ. പെരുമാറ്റത്തിൽ അസാധാരണമായി എന്തെങ്കിലും തോന്നിയോ? ഇല്ല, ഒരു പ്രത്യേകതയും തോന്നിയില്ല സർ. ആരും അകത്ത് കിടക്കാതെ നോക്കണം. സർ. അവിടം കോർഡോൺ ചെയ്യാനുണ്ട്. സർ. ഞങ്ങൾ ഉടനെ എത്തും. സർ. അതിലൊന്നും പോയി പിടിക്കരുത് കുട്ടാ. കഥകയെ തൊട്ട കൈപ്പാട് വീഴും. പോലീസ് നായ നിന്റെ പുറകെ വരും. അയ്യോ, നമസ്കാരം സർ. മൃതദേഹം ആദ്യം കണ്ടത് ആരാണ്? റൂം ബോയ് ആണ് സർ. ശർമാജിക്ക് രാവിലെ കൃത്യം 6 മണിക്ക് ചായ കിട്ടണം. എന്നത്തെയും പോലെ ചായയും കൊണ്ട് ചെന്ന് കഥകെ തട്ടുമ്പോൾ കഥക് തുറന്നു വരുന്നു. അകത്തൊന്നും കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ കണ്ട കാഴ്ച ഇതാ. എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു. മുറിക്കുള്ളിൽ വേറെ ആരും കയറിയിട്ടില്ലല്ലോ? ഇല്ല, ഒരുത്തരും കയറിയിട്ടില്ല. ഇയാൾ ഇവിടെ ഇതിനു മുമ്പ് താമസിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വരും. 2-3 ദിവസം താമസിക്കും. കാണാൻ ചിലരൊക്കെ വരാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ അവരൊത്ത് മദ്യപിക്കുകയും ചെയ്യും. ആളൊരു ഡീസൻ്റായ കസ്റ്റമർ ആയിരുന്നത് കൊണ്ട് ഞാനതൊരു ഇഷ്യൂ ആക്കിയില്ല. ആള് കേരളക്കാരൻ തന്നെയല്ലോ അല്ലേ? അല്ല, ബാംഗ്ലൂരിലുള്ള അഡ്രസ്സാ ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ കഷ്ടിച്ച് മനസ്സിലാവും. പക്ഷേ മറുപടി ഹിന്ദിയിലാണ്. പേരെന്തോന്നാ പറഞ്ഞേ? ആനന്ദ് ശർമ്മ. ഇയാൾക്ക് എന്തായിരുന്നു ബിസിനസ്? കൃത്യമായി അറിഞ്ഞൂടാ. ബോയ്സ് പറയാറുണ്ട് ഇയാൾ രഹസ്യമായി രത്നവ്യാപാരം ചെയ്തിരുന്നു എന്ന്. ഇതൊരു കൊലപാതകമാകാം അല്ലേ? ഇരിക്കൂ. താങ്ക് യു സർ. പുരുഷോത്തമൻ നായർ അല്ലേ? സാർ, വയസ്സ് എത്രയായി? ആപ്ലിക്കേഷനിലുണ്ട് സാർ. വയസ്സറിയത്തില്ലേ? അറിയാം സാർ. 31 വയസ്സും 10 മാസവും. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യാൻ അവസരം കിട്ടുന്നില്ല സാർ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 8 വർഷം മുമ്പ് ബികോം പാസ്സായിട്ട് ഇതുവരെ അവസരമൊന്നും കിട്ടിയില്ലെന്നോ? സത്യമാണ് സാർ. വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷകൾ അയക്കലും കാത്തിരിക്കലും. പിന്നെ ഇതുപോലെ വല്ലപ്പോഴും ഇന്റർവ്യൂവിന് പോവുമല്ലോ. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയെന്നിരിക്കട്ടെ. എങ്കിൽ ആദ്യ മാസത്തെ ശമ്പളം എന്തിനു ചെലവാക്കും? ആദ്യം ഞാൻ എൻ്റെ ഭാര്യയുടെ പണയം വെച്ച ആഭരണത്തിൽ നിന്ന് ഒന്നെങ്കിലും തിരിച്ചെടുത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലേ? 6 വയസ്സുള്ളൊരു മകളുണ്ട് സാർ. അത് കൊള്ളാം. ജോലിയില്ല, വരുമാനമില്ല, പക്ഷെ കല്യാണം കഴിച്ചു. അത് തെറ്റായി പോയി സാർ. തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മ. അതെ സാർ. തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തരണം സാർ. വൈകുന്നേരം 5 മണിയോടെ റിസൾട്ട് ഇടും. താങ്ക് യു. താങ്ക് യു സാർ. ഒരു അപേക്ഷയുണ്ട് സാർ. ദയവായി എനിക്കൊരു പ്രൊബേഷൻ പീരീഡ് അനുവദിച്ചു തരണം. എൻ്റെ ജോലി തൃപ്തികരമാണെങ്കിൽ മാത്രം മതി സ്ഥിര അപ്പോയിൻമെൻറ്റ്. താങ്ക് യു സാർ. He is desperately in need of a job. We have 3 more candidates to be interviewed and they're all postgraduates. നാട്ടിൽ തൊഴിലില്ലായ്മ വല്ലാതെ രൂക്ഷമാണ്. MA-ക്കാരും PhD-ക്കാരും ഒക്കെ പ്യൂണിന്റെ പണിക്ക് അപ്ലൈ ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ബിരുദക്കാർ ബസ് കണ്ടക്ടറുടെ ജോലിക്ക് വേണ്ടി തള്ളുന്നു. ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, നമുക്ക് ശരിക്കും നീതി പാലിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് കുറേ ദിവസത്തേക്ക് ഒരു ഡിപ്രഷനാണ്, ഒരുതരം കുറ്റബോധം. നമുക്ക് തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് കൃത്യമായി പാലിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. നോ ഫേവർ, നോ പ്രിജുഡിസ്. കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. Can we proceed? Yes. Next.
പോയിട്ട് എന്തായാലിയാ? ഇത്തവണയെങ്കിലും ശരിയാവൂ? ഇല്ലളിയ, അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവരെയാ. അതിപ്പം ആരെങ്കിലും ജോലി തന്നിട്ട് വേണമല്ലോ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ. നേരെ ഒത്തിരി ഇരിക്കിയതുകൊണ്ട് അച്ഛനും കുട്ടൻ ചേട്ടനും ഊണ് കഴിച്ചു. മോൾ അച്ഛൻ്റെ കൂടെ ഉണ്ണത്തുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങി. ഇപ്പം കൊണ്ട് കിടത്തിയതേ ഉള്ളൂ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ജോലി കിട്ടുമെന്ന്. കഷ്ടകാലത്തിന് ഇൻ്റർവ്യൂ ബോർഡിലുള്ളൊരുത്തൻ എക്സ്പീരിയൻസ് ഇല്ലയെന്നും പറഞ്ഞൊരു പിടിപിടിച്ചു. അയാളുടെ സ്വന്തക്കാരും എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. മതി മതി, തീരെ വിശപ്പില്ല. അപേക്ഷ എഴുതിയത് മതി. ഓരോന്നിനോരോ സമയമില്ലയോ? ഇവളെ കൊണ്ടുവന്ന് പല്ലിയേപ്പിക്കാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്താട്ടെ. എൻ്റെ കൂടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ. അളിയൻ രാവിലെ എഴുന്നേറ്റിരുന്ന് അപേക്ഷ എഴുതുവാണോ? അളിയനോട് വേണം ക്ഷമ പഠിക്കാൻ. അളിയും വിഷമിക്കാണ്ടിരിക്കും. നമുക്കും വരും ഒരു കാലം. നില്ലമ്മ, അച്ഛനും കൂടെ വരട്ടെ. അച്ഛൻ വന്നോളൂ. നീ ഇപ്പൊ വരുന്നുണ്ടോ? അതെ, കുറേ ദിവസമായിട്ട് അളിയൻ നിങ്ങളോട് എന്തോ സംസാരിക്കാനുള്ളത് പറയുന്നു. അസൗകര്യം ഇല്ലെങ്കിൽ അളിയൻ്റെ വീട് വരെ ഒന്ന് ചെല്ലണം. വിരോധമില്ലെങ്കിൽ ഞാനും വരാം.
സ്കൂളിലൊരു യാത്രയയപ്പ്. എൻ്റെ ജൂനിയറായിട്ട് ചേർന്ന ടീച്ചറാണ്. അവരുടെ റിട്ടയർമെൻറ്റ്. കാലം എത്ര വേഗമാണ് പോയത്. പരിപാടിക്ക് ഞാൻ 2 വാക്ക് പറയണമെന്നും പറഞ്ഞ് സാറന്മാർ വന്ന് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ? പുരുഷോത്തമർക്ക് എന്താ പരിപാടി? ഇറങ്ങുന്നോ? എൻ്റെ ഗസ്റ്റായിട്ട് കൂടാം, കുറേ സാറന്മാരെ എല്ലാം കാണാം. അയ്യോ, എനിക്ക് വായനശാല വരെ പോകാനുണ്ടായിരുന്നു. എൻ്റെ പിള്ളേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. നിങ്ങൾ മെനക്കെട്ടിരുന്ന് ഈ ഡിറ്റക്റ്റീവ് നോവലെല്ലാം വായിച്ചിട്ട് എന്തോ കാര്യത്തിന്? പഠിച്ച കോമേഴ്സിലെ വല്ല പുസ്തകവും വായിച്ചിരുന്നെങ്കിൽ ടെസ്റ്റ് എഴുതാനെങ്കിലും പ്രയോജനപ്പെട്ടേനെ. അഗത ക്രിസ്റ്റീൻ, ഷെർലക് ഹോംസും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് കൊള്ളാം. ഇതൊക്കെ വായിച്ചിട്ട് വേണോ നമ്മുടെ നാട്ടുകാരുടെ കള്ളം തെളിയിക്കാൻ? സമയം പോവാൻ. സമയം അങ്ങനെ വെറുതെ കളയരുത് പിള്ളേ. അല്ല, ഞാനാരാ ഇതൊക്കെ ഉപദേശിക്കാൻ? പ്രായമാകുമ്പോൾ ഉപദേശിക്കൽ കൂടുമെന്നാണ് പറയുന്നത്. അതും റിട്ടയർ ചെയ്ത സാറന്മാരാകുമ്പോൾ. ചെറുപ്പക്കാരും ഒന്നും കാര്യമാക്കണ്ട. എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. മോനെ, അച്ഛൻ വരാൻ താമസിക്കും. ആ. പുരുഷോത്തമൻ നായർ ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. അയാൾ ദേവിയെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. എനിക്കിപ്പോ വേണ്ടായിരുന്നല്ലോ. സാരയില്ല, ചായ അല്ലയോ, കുടിച്ചേക്കാം. നിങ്ങളെ കുറ്റം പറയാനോ ഗുണദോഷിക്കാനോ ഒന്നും അല്ല കാണണമെന്ന് പറഞ്ഞത്. നിങ്ങളോട് ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കണമെന്ന് തോന്നി. ദേവിയുടെ അമ്മയുടെ കുടുംബക്കാര് ഒരു കാലത്ത് ഈ നാട്ടിലെ പ്രഭുക്കന്മാരായിരുന്നു. അന്നൊന്നും പെൺപിള്ളേരെ ജോലിക്ക് വിടുന്നത് പോയിട്ട് പഠിക്കാൻ പോലും അയക്കത്തില്ലായിരുന്നു. ഒടുവിൽ വീതം വെച്ചപ്പോ ആ വീടും ചുറ്റുമുള്ള പുരയിടവും എൻ്റെ പെങ്ങൾക്ക് കിട്ടി. അതായത് പപ്പുള്ളച്ചേൻ്റെ ഭാര്യയ്ക്ക് കിട്ടി. അതന്നും ഇന്നും പതിവാ. കുടുംബം തായ്വഴി തന്നെ തുടരും. ആളോഹരിയൊക്കെ ആയതിനു ശേഷമാണ് ആ വീട്ടിലെ ആണുങ്ങൾ പോലും ജോലിക്ക് പോകുന്നത്. അന്നൊന്നും എന്നെ പോലൊരു വാത്തിയാർക്ക് ആ കുടുംബത്തിൽ ചെന്ന് പെണ്ണ് ചോദിക്കാൻ ധൈര്യം വരത്തില്ല. കൂട്ടുകുടുംബം തീർന്നതോടെ എല്ലാം പോയി. ഒരു ശിപായിപ്പണിയെങ്കിലും കിട്ടിയാൽ മതിയെന്നായി ഈ വന്ന കാലം. എല്ലാ ആളാമ്പറത്തി ഭാവിച്ചു പോയപ്പോ പിന്നെ എന്തോന്നെടുത്തു അതിന്നെ. അല്ലേ ദേവിയെ ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുവോ? അവളെ പഠിക്കാൻ അയച്ചതുകൊണ്ടും സ്കൂളിലൊരു ജോലി കിട്ടിയതുകൊണ്ടും വീട്ടുകാര്യങ്ങളെങ്കിലും തട്ടിമുട്ടിയും നടക്കുന്നു. കണ്ടാ കൊള്ളാവുന്ന കൊച്ചായതുകൊണ്ട് അവൾക്ക് ഒരുപാട് ആലോചനകൾ വന്നു. നല്ല പഠിപ്പും ജോലിയൊക്കെ ഉള്ള പയ്യന്മാര്. അതങ്ങനെ അവളെ സമ്മതിക്കണ്ടേ? ഒരു ദിവസം നിങ്ങൾ അവൾക്ക് അയച്ച കത്തെല്ലാം കൂടെ ഞങ്ങളുടെ കിട്ടിയപ്പോഴാ കാര്യത്തിന് ഗൗരവം മനസ്സിലാകുന്നത്. അങ്ങനെയല്ലയോ അറിയുന്നത് നിങ്ങൾ അവിടെ പുറകെ നടന്ന് പ്രേമിക്കായിരുന്നെന്ന്. എനിക്കാകെയുള്ളൊരു മോള. മകനാണെങ്കിൽ ഒരു ത്രാണിയില്ലാത്തവനുമായിപ്പോയി. അവൾക്കിഷ്ടം ഇതാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും നോക്കില്ല. അങ്ങനെ കല്യാണം നടന്നു. പക്ഷെ ഇന്നിപ്പം നിങ്ങൾക്ക് കൂടെ ചെലവിന് തരേണ്ട ഗതികേടാ ദേവിക്ക്. എനിക്കറിയാം, ഒരു ജോലിയോ സ്വന്തമായി ജീവിക്കാനുള്ള വകയുണ്ടായിട്ട് മതിയായിരുന്നു വിവാഹം. പക്ഷേ അത് മനസ്സിലാക്കാൻ താമസിച്ചു പോയി. ഞങ്ങൾക്കത് മനസ്സിലാവും പുരുഷോത്തമൻ നായരെ. നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയോ സൗകര്യമോ ഒന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്താ പിള്ളേ ഇങ്ങനെ ചടഞ്ഞു പടഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരന്, അതും നല്ല പഠിപ്പും ഡിഗ്രിയുള്ള ഒരാൾക്ക് ഒരു ചെറിയ ക്ലാർക്ക് ജോലി പോലും കിട്ടത്തില്ലെന്നാണോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. കൂടെ പഠിച്ച 1-2 കൂട്ടുകാര് ഗൾഫിൽ ഒരു ജോലി ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര കാലമൊന്നും പറഞ്ഞാൽ ഇങ്ങനെ കാക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കൊല്ലം 6-7 ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചതല്ല. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞങ്ങൾക്കും കഴിഞ്ഞില്ല. അല്ല, ഈ പറഞ്ഞതൊക്കെ
മനസ്സിലിരുന്നാൽ മതി. ശാരദയ്ക്ക് അറിയാലോ, എൻ്റെ ശമ്പളവും അച്ഛൻ്റെ ചെറിയ പെൻഷനും അല്ലാതെ ഞങ്ങൾക്ക് മറ്റു വരുമാനമൊന്നുമില്ല. പുരുഷൻ ചേട്ടനാണെങ്കിൽ ജോലി അന്വേഷണമാണ് ഇപ്പോഴത്തെ തൊഴിൽ. കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചാണ് നിന്റെ കല്യാണവും ചെലവും ഒക്കെ നടത്തിയത്. ചേട്ടൻ്റെ ഒരേ ഒരു പെങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. നിന്റെ ഭർത്താവ് നേരാമഴിയല്ല പോകുന്നതെങ്കിൽ നിയന്ത്രിക്കാനുള്ള ചുമതല നിന്റേതാണ്. ഒരു സഹോദരന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ലേ? അയ്യോ ചേച്ചി, ഞാൻ ഒന്നും മറക്കുന്നവളല്ല. ഒരു പ്രയാസം വരുമ്പം മനസ്സ് തുറക്കാൻ എനിക്ക് വേറെ ആരും ഇല്ല. അണ്ണന്റെ അവസ്ഥ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും എനിക്കറിയാം. എന്നാലും അണ്ണനും ചേച്ചി ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നെങ്കിലും ആ മനുഷ്യന് മനസ്സിലാവണം. അയ്യോ ശാരദ, അങ്ങനെയൊന്നും പറയല്ലേ. ചേട്ടൻ വരട്ടെ, ഞാൻ സംസാരിക്കാം. അണ്ണൻ എവിടെ പോയിന്നോ എപ്പോ വരുന്നോ അറിഞ്ഞുകൂടല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആരോടും പറയാതെയാ ഞാൻ വന്നത്. ഇപ്പം പോയാൽ തന്നെ അങ്ങ് എത്തുമ്പം നേരം വൈകും. എന്താ നോക്കുന്നേ? മോളിവിടെ കിടക്കുന്ന കണ്ടാണോ? വൈകുന്നേരമായപ്പോൾ ആൾക്കല്പം പനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് കൂടെ കിടത്തി. അല്ല, ഞാൻ വിചാരിക്കുമായിരുന്നു. ഉള്ള സ്ഥലത്ത് അറ്റഞ്ചേർന്ന് കിടന്നോളൂ. മര്യാദയ്ക്ക് കിടക്കണമെന്ന് മാത്രം. കട്ടില് വേറെ ഇല്ലെന്നറിയാവല്ലോ. ഞാൻ താഴെ പായ വിരിച്ച് കിടന്നോളാം. വേണ്ടമ്മേ, എനിക്ക് മതി. ഇതും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. തൂവി പോകത്തൊന്നുമില്ല. എനിക്ക് വേണ്ട. എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണോ അതോ മര്യാദയ്ക്ക് കഴിക്കുന്നോ? അവൾക്ക് വേണ്ടഞ്ഞിട്ടല്ലയോ നീ എന്താ നിർബന്ധിക്കുന്നേ? മറ്റുള്ളവർ മടച്ചും കഷ്ടപ്പെട്ടൊക്കെയാ ഇതൊക്കെ വലിയ വില കൊടുത്ത് വെച്ചു വിളമ്പി കൊടുക്കുന്നത്. അപ്പം അതങ്ങോട്ട് കഴിക്കാനാ പാട്, അല്ലയോ? ഓരോന്നിനുള്ള ദണ്ണം അറിയാഞ്ഞിട്ടാ. അവൾ കൊച്ചല്ലയോ? കൊച്ചായാലും കുറേയൊക്കെ പാടും തുരുതും അറിഞ്ഞെന്നെ വളരണം, ഇല്ലെങ്കിൽ ദോഷമാണ്. ദേവി, എൻ്റെ ദേവി, എന്നോട് ഇങ്ങനെ പെരുമാറല്ലേ. നിന്റെ മുഖത്തൊരു തെളിച്ചം കണ്ടിട്ട് നാളെത്രയായി.
നമുക്കിടയിൽ സ്നേഹം പറ്റിപ്പോകുന്നൊരവസ്ഥയിൽ എനിക്ക് ജീവിക്കണമെന്നില്ല. എന്നോട് അല്പം കൂടി ദയവ് കാണിക്കൂ. നമുക്കൊരു നല്ല കാലം വരും. എനിക്കൊരു ജോലി ഒന്ന് ശരിയായിക്കോട്ടെ. ഇൻ്റർവ്യൂവിന് ഇന്നലെയും കാർഡ് വന്നിട്ടുണ്ട്. എവിടെയോ എന്നെയും കാത്തൊരു ജോലി ഇരിപ്പുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കൂ. എന്നെ വെറുക്കാതിരിക്കൂ. നിന്റെ സ്നേഹം എനിക്ക് ജീവശ്വാസമാണ്. പുരുഷോത്തമൻ നായർക്ക് ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്. ആ അളിയനൊരു എഴുത്ത്. ആ കോളടിച്ചെന്നാ തോന്നുന്നേ. എഴുത്ത് ഗൾഫിൽ നിന്നാ. പിസയോ മറ്റോ ആണെങ്കിൽ എൻ്റെ വീതം തരണേ. എന്താ കളിയാ ഉള്ളത് തന്നെയോ? അവസാനം പിസ ശരിയായി കളിയാ. ഇനിയിപ്പോ പെങ്ങൾ എന്തോ പറഞ്ഞു വഴക്കുണ്ടാക്കും അറിയണമല്ലോ. ദേവി, കണ്ടതിനും പിടിച്ചതിനൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? അടുക്കളയിൽ എന്തെല്ലാം ജോലി കിടക്കുന്നു. ദാ അവിടെ നിന്ന് വലത്തോ. അച്ഛൻ ഗൾഫിൽ പോവുക അറിയാവോ? പുരുഷോത്തമൻ നായരെ വേഗം ഇറങ്ങണം. രാഹുകാലത്തിന് മുമ്പ് പുറപ്പെടണം. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലയോ? രാഹുകാലം ആവുന്നോന്ന്. വേഗം ഇറങ്ങളിയാ. കാത്തിരുന്ന് ഒത്തുവന്നൊരു ഭാഗ്യമല്ലയോ. പൂമുഖത്തൊരു നിലവിളക്ക് കൊളുത്തി വെച്ച് തൊഴുതിട്ട് ഇറങ്ങാൻ പറയണം. ആ അവധിക്ക് വരുമ്പം എൻ്റെ പൊന്നാര മോക്ക് കളിപ്പാട്ടവും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ. ദേ,
എന്താ ഇത്? ആഹാരമൊക്കെ വിമാനത്തിൽ കിട്ടും. ഇത് വിമാനത്തിൽ കഴിക്കാനുള്ളതല്ല. താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് പതുക്കെ തുറന്ന് കഴിച്ചാൽ മതി. ഇഷ്ടമുള്ള ഇല വറുത്തതും കടുമാങ്ങ ഉപ്പിലിട്ടതൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ മാത്രമായ ദേവിക്ക്. അങ്ങനെ ഒടുവിൽ ഞാനിവിടെ എത്തിപ്പെട്ടു. നോക്കത്താ ദൂരം മുഴുവൻ മണലാരണ്യം, പിന്നെ പെട്ടെന്ന് ഒരു അത്യാധുനിക നഗരം. ഇതൊരു മായിക പ്രപഞ്ചമാണ്. ശരിക്കും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന മാസ്മര നഗരം. വന്ന ദിവസം തന്നെ ജോലിയിൽ പ്രവേശിച്ചു. ഒരു വലിയ കമ്പനിയിൽ അക്കൗണ്ടന്റ്. നാട്ടിൽ ഒരു കാലത്തും കിട്ടാത്ത ഉദ്യോഗവും ശമ്പളവും. എല്ലാം ദൈവാനുഗ്രഹം. വിവരങ്ങളെല്ലാം വിശദമായി എഴുതുന്നുണ്ട്. മോൾക്കും എൻ്റെ ദേവിക്കും ഒത്തിരി ഒത്തിരി ചക്കരമ്മ. എത്രയും പ്രിയപ്പെട്ട എൻ്റെ പുരുഷൻ ചേട്ടൻ, കുറേ ദിവസമായി എഴുത്തൊന്നും കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും എഴുതുന്നത്. ഞാൻ എപ്പോഴും രാത്രിയും പകലും പുരുഷൻ ചേട്ടനെ പറ്റി ആലോചിക്കും. എൻ്റെ ചേട്ടനോട് ഞാൻ വല്ലാതെ അക്ഷമ കാണിച്ചിട്ടുണ്ട്. ആളുകൾ അതും ഇതും പറഞ്ഞു കേട്ട പ്രയാസത്തിൽ വന്നുപോയതായിരിക്കാം. പക്ഷേ അത് സ്നേഹക്കുറവ് കൊണ്ടല്ല, എൻ്റെ ഗതികേട് കൊണ്ടാണ്. എൻ്റെ വാശിയും നിർബന്ധവും കണ്ട് അച്ഛൻ വഴങ്ങിയതാണെന്ന് അറിയാമല്ലോ. എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ടാൽ അച്ഛനെ സഹിക്കത്തില്ല. സുഖക്കേടുകാരിയായ അമ്മയെ അച്ഛന് ജീവനായിരുന്നു, അമ്മയ്ക്ക് അച്ഛനെയും. അങ്ങനെ സ്നേഹം കണ്ട് വളർന്ന എനിക്ക് എങ്ങനെ എൻ്റെ പുരുഷൻ ചേട്ടനോട് മോശമായി പെരുമാറാൻ കഴിയും? എൻ്റെ ഉള്ളു നിറഞ്ഞ സ്നേഹം ഞാൻ കാണിക്കാൻ മറന്നുപോയോ? എപ്പോഴും ഞാനത് ആലോചിച്ച് വിഷമിക്കാറുണ്ട്. നമ്മുടെ ശാരദയെ ഭർത്താവ് വീട്ടിൽ വിട്ടിട്ട് പോയെന്ന് കേൾക്കുന്നു. അയാളുടെ പോക്ക് ശരിയല്ലെന്ന് നേരത്തെ കേട്ടിരുന്നു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? കുറേ നാളായി തമ്മിൽ കാണാതിരുന്നപ്പോൾ എനിക്ക് ബോധ്യമായി, പുരുഷൻ ചേട്ടനില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എഴുത്ത് നീണ്ടുപോയി. തിരക്കിനിടയിൽ വായിക്കാൻ സമയം കിട്ടുമോ? ഇതൊന്നും കൂട്ടുകാരെ കാണിക്കരുതേ. ദിവസം ഒരിക്കലെങ്കിലും മോള് ചോദിക്കാറുണ്ട്, അച്ഛൻ എന്ന് വരുമെന്ന്. എനിക്കും കൊതിയുണ്ടിപ്പോൾ, കാണാനും പരിഭവം പറയാനും കരയാനുമൊക്കെ. മറുപടി വേഗം എഴുതണേ. സ്വന്തം ദേവി.
എൻ്റെ എല്ലാമായി ദേവി, ഒരു വിശേഷം അറിയിക്കാനാണ് ഇത് എഴുതുന്നത്. വളരെ വലിയ തുകയ്ക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. ഉള്ള ശമ്പളത്തിൽ 3/4 പ്രീമിയം അടയ്ക്കാൻ വേണ്ടി വരും. കാര്യമായൊന്നും അങ്ങോട്ട് അയക്കാൻ പറ്റില്ലെന്ന വിഷമമുണ്ട്. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ദേവിക്കും മോൾക്കും ഒരു വൻ തുക തന്നെ നഷ്ടപരിഹാരം കിട്ടും. ദേവിയുടെ ആഭരണങ്ങൾ അണിയിച്ച് എൻ്റെ അനുജത്ത് ശാരദയെ വിവാഹം കഴിപ്പിച്ചത് ഞാൻ എന്നും ഓർക്കും. ഒരു പ്രയാസവും പറയാതെ, അച്ഛൻ്റെ പോലും അനുവാദം ചോദിക്കാതെ എൻ്റെ പൊന്ന തങ്കം ഞാൻ ചോദിച്ച പാടെ ഒക്കെ എടുത്തു തന്നു. അത് കാരണം ആ കല്യാണം ഒരുമാതിരി ഒപ്പിച്ചു നടത്തി. അവളുടെ ഭർത്താവ് ആഭരണങ്ങൾ ഓരോന്നായി വിറ്റും പണയം വെച്ചും കളഞ്ഞെന്ന് അവൾ എഴുതിയിരിക്കുന്നു. സാരമില്ല, അതൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ അവളുടെ താറുമാറായ ജീവിതം എന്നെക്കൊണ്ടെങ്ങനെ തുന്നിച്ചേർക്കാൻ പറ്റും? ഞാൻ അടുത്തില്ലെങ്കിലും എൻ്റെ ദേവിക്കും പൊന്നുമോൾക്കും ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. എൻ്റെ ദേവിക്കും പൊന്നുമോൾക്കും 1000 ഉമ്മ. വീട്ടിലാരും ഇല്ലേ? ആരാ? മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ പപ്പുപിള്ളയല്ലേ? ആ, എന്നെ അറിയാൻ വഴിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു ബന്ധുവാ. വന്നട്ടെ, അകത്തോട്ടിരിക്കാം. ആ, ഇരുന്നട്ടെ. കാർ അകത്ത് കയറ്റാൻ വഴിയില്ല അല്ലയോ? കാറൊക്കെ വരുന്നതിന് മുമ്പുണ്ടാക്കിയ വീടാ. അത്യാവശ്യത്തിനകത്ത് വരാൻ അപ്പുറത്ത് കയ്യാല ഇടിച്ചൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കാറകത്ത് കൊണ്ടുവരണോ? വേണ്ട, ഇനിയും വേണ്ട. വളരെ പണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്, ആ, എൻ്റെ കൊച്ചുനാളിൽ. ഓ, അന്ന് ഈ എരുത്തിൽ നിറയെ പശുക്കളും വീട് നിറയെ വേലക്കാരും ആളും പേരും ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം മാറിയില്ലയോ? ഇവിടെ ഇപ്പോൾ ഒരു പശുവിനെ നോക്കാൻ പോലും ആളില്ല. ആളിനെ കിട്ടാനില്ല. ആ, ബന്ധം പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് മുരളീധരൻ ഉണ്ണിത്താൻ. ഇവിടുത്തെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ അമ്മൂമ്മയുടെ സഹോദരിയുടെ മകളുടെ മകനാണ് ഞാൻ. 10-17 വർഷം മുമ്പ് സെയിൽസ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്തു. ഇതുവരെ കാണാത്തതിനും പരിചയപ്പെടാത്തതിനും കാരണം മനസ്സിലായി. ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ ഞങ്ങൾ പൂർ കസിൻസ് ആണല്ലോ. അയ്യോ, അങ്ങനെയല്ല. ഉദ്യോഗമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാം ഒരുപാട് കാലം തിരുവനന്തപുരത്തായിരുന്നല്ലോ. ആ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. എൻ്റെ ഒരു ഗ്രാൻഡ് സൺ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. ഇപ്പൊ നാട്ടിലൊരു ജോലി കിട്ടത്തില്ല. അയാൾക്ക് ഗൾഫിലൊരു വിസ ശരിയാക്കണം. സണ്ണില്ല ദുബായിൽ നല്ല പൊസിഷനിലാണെന്ന് കേട്ടു. ഓ, അയാളോട് പോയി ചേർന്നതല്ലേ ഉള്ളൂ. അയാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു നോക്കാം. ഒരാൾ രക്ഷപ്പെടുന്ന കേസല്ലയോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് ബന്ധപ്പെട്ടിരിക്കാം. എന്താ ഇത് പപ്പുള്ള സാറിന് ഇവിടെ തന്നെയല്ലയോ? അതെ. ആർക്കാ? പുരുഷോത്തമൻ സാർ ഓർഡർ തന്നിരുന്നത്. ഇതെവിടെയാ ഇടുന്നത്? മോനെ, ദേവിയുടെ മുറി ഒന്ന് കാണിച്ചു കൊടുക്ക്. അതിനവിടെ സ്ഥലം കാണുമോ? ആ ഒറ്റക്കെട്ടിലെടുത്ത് പുറത്തേക്ക് ഇട്ടാ പോരെ?
വേഗം പോയേച്ചും വരാൻ ഇറങ്ങിയതാ. പുരുഷൻ ചേട്ടന്റെ ബന്ധുവീടുകളിൽ ചെന്നാ ഉണ്ണാതെ വിടത്തില്ല. ഒരു കാര്യം ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നാലും പുരുഷത്വനാർക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഈ പഴയ സെക്കൻഡ് ഹാൻഡ് കാറേ കണ്ടല്ലോ വാങ്ങിക്കാൻ. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോ യാത്ര ചെയ്യാൻ പുതിയ കാറിനൊക്കെ കാശ് മുടക്കിയ. അവിടെ ഇത് തന്നെയായിരുന്നു എല്ലാവരുടെയും ചോദ്യം. പിടിച്ച് ചെലവാക്കിയ നമുക്ക് തന്നെ കൊള്ളാം, ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കാൻ പോയാ. ഞാൻ പറഞ്ഞത് പൊങ്ങച്ചം കാണിച്ച് നടക്കണമെന്നല്ല, മറ്റുള്ളവർക്കൊപ്പം നമുക്കും നേരെ തലപൊക്കി നിൽക്കണ്ടായോ? ദൈവമായിട്ട് നല്ലൊരു ജോലി ശരിയാക്കി കിട്ടിയതല്ലയോ? വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും ഒരിക്കലൊന്ന് വർക്ക്ഷോപ്പിൽ കെട്ടണമെന്നേ ഉള്ളൂ. നമ്മുടെ ആവശ്യമൊക്കെ നടക്കും. ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു രാവിലെ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. മോളെ കാറിൽ അമ്മാവനെ കൂടെ കയറ്റുവോ? അമ്മാവൻ എവിടാ പോണ്ടേ? എനിക്ക് പോകേണ്ടതോ? ഉം. എനിക്ക് ഒരു സ്ഥലമേ അറിയാവൂ. അതെവിടാ? അത് ആശുപത്രിയാ. നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. എന്താ? നമുക്ക് കുട്ടനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാലോ? അത് വേണ്ടച്ചാ, ഞാൻ കിഴക്കോട്ട് പിടിച്ചാ വണ്ടി പടിഞ്ഞാട്ട് പോകും. എന്നാ പുരുഷത്വനാർ തന്നെ ഓടിച്ചോട്ടെ, വണ്ടി കിഴക്കോട്ട് തന്നെ പോവുമല്ലോ. ഉത്സവ പിരിവിന് ഇറങ്ങിയതായിരിക്കും അല്ലയോ? അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. അങ്ങക്ക് അച്ഛനല്ല അളിയനെയാ കാണണ്ടോ. അളിയൻ ഉറക്കമാണോന്നാ സംശയം. ഒന്ന് വിളിച്ച് ഉണർത്തിക്കേ, അത്യാവശ്യമാണ്. അമ്പലത്തിൽ നിന്ന് ഉത്സവ കമ്മിറ്റിക്കാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അളിയനെ പരിചയമുണ്ടോ? പപ്പുള്ള സാറിന്റെ മരുമോനെ ഞങ്ങൾ അറിയാതിരിക്കുവോ? അളിയൻ എന്നും തൊഴാൻ വരുന്നതല്ലയോ? അഞ്ച് ചോദിക്കാം, അല്ല 10. പുരുഷോത്തമൻ നായർ ഇത്തവണത്തെ ഉത്സവത്തിന് കാര്യമായൊരു തുക സംഭാവന ചെയ്യണം. കാത്തിരുന്ന് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയതല്ലയോ? എല്ലാം ഈശ്വരാനുഗ്രഹമാണ്. കൂടുതലൊന്നും വേണ്ട, വെറും 10. 10 രൂപ മതിയോ? ഇക്കാലത്ത് ആരെങ്കിലും 10 രൂപയായിട്ട് ചോദിക്കും? 10 എന്ന് പറഞ്ഞാൽ 10,000. ഓ, അതാ ഞാൻ വിചാരിച്ചത്. നിങ്ങളെല്ലാവരും കൂടെ വന്ന് ചോദിക്കുമ്പം ഇല്ലാന്നെങ്ങനെയാ പറയുന്നേ? അഞ്ചുണ്ട്. 5000. രസീത്. ഞങ്ങൾ ഇറങ്ങട്ടെ. അയാളൊരു അർക്കീസാ. 10 ചോദിച്ചോണ്ട് 5 കിട്ടി. അളിയും ബാങ്കിൽ പോയി കുറച്ച് കൂടുതൽ കാശെടുത്ത് വെക്കുന്നതാ നല്ലത്. വൈകുന്നേരം വായനശാലക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ബ്ലോക്ക് കിട്ടാനുള്ള പിരിവിനാ. ദോണ്ടേ, ആ മരത്തിന്റെ ചോട്ടിൽ ഒത്തിരി മഞ്ഞപ്പക്കിയുണ്ട്. ഞാൻ പോയി നോക്കട്ടെ? ആ, നോക്കിക്കോ. പക്ഷെ അതിനെ തുടരുത്. തൊട്ടാ പാവം ചത്തുപോവും. ശരി. എന്നാ പോകുന്നേ? നാളെ. മുൻപൊക്കെ ലോഹ്യം ചോദിക്കുന്നത് എന്നാ വന്നേന്നാ, ഇപ്പൊ എന്നാ പോന്നേന്നായി. ഇവിടെ ഒക്കെ കറങ്ങി നടക്കാതെ എങ്ങോട്ടെങ്കിലും പോയി തൊല എന്ന് തന്നെയാണ് അതിനർത്ഥം. അതൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് പിടിക്കാഞ്ഞിട്ടാ. നമ്മൾ ഇനിയും എന്നൊന്ന് ഒന്നിച്ച. വേണ്ട വേണ്ട, ശൃംഗാരൊന്നും ഇത്ര പബ്ലിക്കായിട്ട് വേണ്ട. വീട്ടിൽ ചെന്നിട്ടാകാം അല്ലേ? ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. മോളെ അച്ഛനെന്തിയേ? അച്ഛൻ ഓരോരുത്തരോട് വർത്താനം പറഞ്ഞോണ്ട് നിക്കുവാ. ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. മോള് ചെന്ന് അമ്മ വിളിക്കുന്നു പറ.
എന്താ ഇവിടെ നിൽക്കുന്നേ? മോളുടെ അച്ഛനെ നോക്കി നിൽക്കുവാ. അമ്മേ കാത്തോളണേ. ഒന്ന് പിടിച്ചു മോളെ. പണ്ടൊക്കെ കണ്ടാ മിണ്ടാത്തവര് ഇപ്പൊ പിടിച്ചു നിർത്തിയ കുശലം ചോദിക്കുന്നത്. ഗവനിച്ചില്ലെങ്കിൽ അത് ശത്രുതയാവും. ഇപ്പം മോള് വന്ന് വിളിച്ചതുകൊണ്ട് മോചനം കിട്ടിയതാ. പോ. പുരുഷോത്തമൻ നായരുണ്ടോ? ഇല്ല, പോയിട്ട് കുറെ ദിവസമായി. ശാരദ പറഞ്ഞില്ലേ? ഇല്ല, അവൾക്കെല്ലാം രഹസ്യമാണല്ലോ. കുറുപ്പ് എവിടുന്നാ രാവിലെ? കയറി ഇരിക്കാമല്ലോ. ഒന്നും പറയണ്ട ചേട്ടാ, കാലക്കേട് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാ വരുന്നേ. കുറച്ച് പണത്തിന് പെട്ടെന്നൊരു ആവശ്യം വന്നു. സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. അളിയനെ കണ്ടൊന്ന് സഹായിക്കണമെന്ന് പറയാൻ വന്നതാ. അപ്പോഴത്തേക്കും അയാൾ മടങ്ങിപ്പോയെന്ന്. വരുന്നതും പോകുന്നതൊന്നും മറ്റുള്ളവരറിയുന്നില്ല. അതെല്ലാം അറിയേണ്ടവരറിയുന്നുണ്ട്. ബന്ധുക്കളെ മുഴുവൻ വിവരം അറിയിച്ചിട്ട് വരാൻ പറ്റുമോ? ചേട്ടൻ ആ പറഞ്ഞത് ശരിയല്ല. അയാളുടെ പെങ്ങളുടെ ഭർത്താവ് അന്യതാക്കാരനാന്നോ? പുരുഷോത്തമനാർക്കൊരു ജോലി കിട്ടുന്നത് വരെ ഒരു ബന്ധുക്കളും അയാളെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ബന്ധവും സ്വന്തവും ഒക്കെ ആയി. ഓരോരുത്തർക്കും ഓരോ പാടല്ലയോ ചേട്ടാ. ചേട്ടൻ പറഞ്ഞത് ശരിയാ. അവനവന്റെ കാര്യം സാധിച്ചെടുക്കാനാ ഓരോരുത്തരും ഓടുന്നത്. എനിക്കിപ്പോ കുറച്ച് കാശ് എവിടുന്നെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. വട്ടിപ്പലിശക്കാണെങ്കിൽ വട്ടിപ്പലിശക്ക്. കാശിന് കാശ് വേണ്ടായോ ചേട്ടാ? ഞാനൊന്ന് കറങ്ങി നോക്കട്ടെ. ഇറങ്ങുന്നേ ചേട്ടാ. ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം. ഇപ്പൊ തന്നെ നല്ല ഫോമിലാ. വെയിലുറച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? പാവം ശാരദ. ഫ്ലൈറ്റ് എത്ര മണിക്ക് എത്തുമെന്നാ പറഞ്ഞേ? 11:30 എത്തൂന്നാ പെങ്ങള് പറഞ്ഞത്. വിമാനം വന്നാലും പിന്നെയും കുറെ താമസിക്കും. പരിശോധനയെല്ലാം കഴിഞ്ഞല്ലേ വെളിയിറങ്ങാൻ പറ്റൂ. ഇത്തവണയെങ്കിലും അളിയനോട് കുറച്ചു ദിവസം നിന്നിട്ട് പോകാൻ പറയണം. 2-3 ദിവസത്തേക്ക് വന്നേച്ചു പോകാൻ എന്തും വേണ്ടി കാശാവുന്നത്. അത് അയാളുടെ കൊടുക്കാൻ കാശുള്ളണ്ടല്ലയോ? ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. 10 കാശ് വരുന്നത് സ്വരൂപിച്ച് വെച്ചാലല്ലേ നാളത്തേക്ക് വല്ലതും കാണും. അളിയനങ്ങനെ കാശ് വെറുതെ കളയുന്ന ആളൊന്നുമല്ല. പെങ്ങൾക്ക് ഇവിടെ ഒരു ജോലിയുള്ളത് കളയണ്ടെന്ന് വെച്ചിട്ടാ എപ്പോഴും ഇങ്ങോട്ട് ഓടി വരുന്നത്. ശരിയാ, അയാൾക്ക് ദേവി എന്ന് പറഞ്ഞ ജീവനാ. ഈ അമ്മാവൻ ഒന്നും അറിയത്തില്ല. ഇതിന് കീ കൊടുത്താലേ ഇതുപോലെ കൊടുത്തുള്ളൂ. ശരിയാ മോളെ. കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട പ്രായത്തിലൊക്കെ ഞാൻ ഓരോ ആശുപത്രിയിൽ സൂക്കേടായിട്ട് കിടക്കുക. അച്ഛനും അമ്മയ്ക്കും ഞാനുണ്ടാക്കിയ ദുരിതം കുറച്ചൊന്നുമല്ല. പാവം അമ്മാവൻ. വിഷമിക്കണ്ട കേട്ടോ. നോക്കിക്കോ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. എന്താ ശാരദ? അണ്ണനുണ്ടോ? ഉണ്ട്, ഉറക്കവാ. ചേച്ചിയോ? അടുക്കളയിലായിരിക്കും.
എപ്പോ വന്നാലും ചേച്ചി അടുക്കള ജോലിയില്ല. വേറെ ആരെ ഏൽപ്പിക്കാനാ? പുരുഷൻ ചേട്ടൻ വല്ലപ്പോഴും ഒരിക്കൽ വരുമ്പോൾ നേരെ ചൊവ്വേ വല്ലതും വച്ചു കൊടുക്കണ്ടായോ? എന്താ ശാരദ വല്ലാതിരിക്കുന്നത്? നിങ്ങളിപ്പോഴും പണക്കത്തിലാണോ? എന്റെ ചേച്ചി, ഇനി ഉണ്ടാക്കാൻ ബാക്കിയില്ല കുഴപ്പങ്ങൾ. ഉള്ള വസ്തു ഈട് വെച്ച് ബാങ്കിൽ നിന്ന് പണം എടുത്ത് വേണ്ടാത്ത കച്ചവടം ഒക്കെ നടത്തി. ഇപ്പം മുതലും ഇല്ല, പലിശയും ഇല്ല. ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോകുന്നു. കയറിക്കിടക്കാനുള്ള വീടും പുരയിടുമാ. ഇനി എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് സഹായിക്കണം. എനിക്ക് വേറെ ആരുമില്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നമുക്കുള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞാൽ പോരെ? എന്തിനാണ് ഈ വേണ്ടാത്തതിനൊക്കെ പോകുന്നത്? ഒന്ന് മനസ്സിലാക്കൂ തങ്കം, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അത് സുഖമായി അന്തസ്സായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചൂടെ? ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി. അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷൻ ചേട്ടൻ്റെ നാട്ടിൽ വന്ന് വല്ല ബിസിനസ്സും ചെയ്ത് കഴിഞ്ഞൂടെ? ഈ പരിപാടി വിജയിച്ചാൽ അതുമൂലം കിട്ടുന്ന പണത്തെപ്പറ്റി ദേവിക്ക് ഒരു രൂപവും ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ തങ്കങ്ങനെ എതിര് പറയുന്നത്. ഞാൻ എതിര് പറയുന്നതല്ല, എനിക്ക് ആകപ്പാടൊരു പേടി. അത്യാഗ്രഹം പിടിച്ച് ആപത്ത് വരുത്തി വെക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇൻഷുറൻസ് കമ്പനിക്കാർ എത്ര ശ്രമിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഈ പരിപാടി കുറ്റമറ്റതാണ്. എന്ത് പരിപാടി? കെ പുരുഷോത്തമൻ നായർ ഒരു കാർ അപകടത്തിൽ മരിക്കുന്നു. അയ്യോ, എന്തോന്നാ ഈ പറയുന്നത്? ആളെ തിരിച്ചറിയാത്ത വണ്ണം അയാളുടെ കാറ് കത്തിയിരിക്കുന്നു. അടുത്ത ദിവസം നാട്ടിലെങ്ങും വാർത്ത പരക്കുന്നു, പുരുഷോത്തമൻ നായർ എന്ന ഗൾഫുകാരൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന്. പോലീസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ടായാൽ അതും ചേർത്ത് ദേവിയും അച്ഛനൊക്കെ ചേർന്ന് ഇൻഷുറൻസുകാർക്ക് ക്ലെയിം അയക്കുന്നു. അവര് പരിശോധന നടത്തി തൃപ്തരായാൽ തുക ദേവിയുടെ പേരിലേക്ക് കൈമാറുന്നു. അയ്യോ, അത് വേണ്ട. എനിക്ക് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കണ്ട, ചേട്ടനില്ലാതെ. യഥാർത്ഥത്തിൽ ഞാൻ ഇല്ലാതാവുന്നില്ല. കുറെ നാളത്തേക്ക് രാജ്യം വിട്ടു പോകുന്നു, അജ്ഞാതവാസത്തിന്. എന്റെ ദേവി പോലും അറിയില്ല ഞാൻ എവിടെയാണെന്ന്. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കും, വേറൊരു രൂപത്തിൽ, വേറൊരു പേരിൽ, വേറൊരാളായി. അയ്യോ, അപ്പോ വീണ്ടും നമുക്ക് കല്യാണം കഴിക്കാം, വേറൊരു നാട്ടിൽ പോയി കഴിയാം, നല്ല ജീവിതം ജീവിക്കാം, മറ്റൊരു ജന്മം പോലെ. വേണ്ട വേണ്ട, നമുക്കിങ്ങനെ ജീവിച്ചാൽ മതി. അതിമോഹം നല്ലതല്ല. ബി റീസണബിൾ. നമ്മുടെയും നമ്മുടെ മോളുടെയും നല്ല ഭാവിക്ക് വേണ്ടിയാണത്. അപ്പോ നമുക്കൊരു ജഡം കിട്ടണമല്ലേ, അവകാശികൾ ആരും ഇല്ലാത്തത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അഥവാ അങ്ങനെ ഒരു ജഡം ഉണ്ടായാൽ തന്നെ അതിന് മെഡിക്കൽ കോളേജുകാർ വലവീശി നടക്കുക. ചോദിക്കുന്ന പൈസയാണ് കൊടുക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കില്ലാത്ത വിലയാ ജഡത്തിന്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചാവാൻ കിടക്കുന്ന വല്ല തെണ്ടിയെയും വഴിയരികുന്നോ കടത്തിനെന്നോ പൊക്കണം. അയ്യോ, അത് മഹാഭാവം അല്ലയോ? എങ്കിൽ പിന്നെ ഇതൊന്നും ഇറങ്ങി തിരിക്കരുത്. പട്ടാളത്തിലാണെങ്കിലേ ശത്രു എന്ന് തോന്നിയാൽ മതി, ഞങ്ങൾ പിന്നെ വെച്ചേക്കത്തില്ല, വീട്ടിൽ അങ്ങ് വെക്കും. നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് ഇന്നെ അന്വേഷണമൊക്കെ വരും. അവന്റെ കാലം എടുത്ത പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലൊക്കെ പഴുത്തിരുന്ന് ചാവാറായ ഒരു തെണ്ടിയെ നമ്മുടെ ചന്തമുക്കിൽ കുറെ നാളായിട്ട് ഞാൻ കാണാറുണ്ട്. കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഈ അവസ്ഥയിലും അവൻ ആയുസിന് പഞ്ഞമില്ലല്ലോ എന്ന്. എന്താ കുട്ടൻ ഉറങ്ങിയില്ലായിരുന്നു? അവൻ അത്താഴം ഉണ്ടാൽ ഉടനെ കിടന്നുറങ്ങും. അത് വല്ല കള്ളപ്പൂച്ചയായിരിക്കും.
അയ്യോ 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 എന്നെ കൊല്ലാൻ വരുന്നേ! രക്ഷിക്കണേ! അയ്യോ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ! രക്ഷിക്കണേ! അവൻ ഇത്രയും കാലം നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുകയായിരുന്നു. കണ്ടില്ലേ, അവൻ ഓടാൻ ഒരു പ്രയാസവും ഇല്ല. വ്രണവും വെച്ചുകെട്ടും ഒക്കെ കള്ളമായിരുന്നു. ഇതൊക്കെ കണ്ടും വിശ്വസിച്ച നമ്മളാ മണ്ടന്മാര്. ടോർച്ചടിച്ചതും അയാൾ ഓടാൻ കാരണം എന്തായിരിക്കും? വല്ല മെഡിക്കൽ കോളേജുകാർക്കും വേണ്ടി ആളെ പിടിക്കാൻ വന്ന ഇടനിലക്കാരാണെന്ന് കരുതി കാണും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ, എന്തെങ്കിലും ഒരു വഴി ഒക്കാണ്ടിരിക്കുവോ? അർദ്ധരാത്രി കഴിഞ്ഞു. വഴിയിലെങ്ങും ഒരു കുഞ്ഞിനെയും കാണാനില്ല. ശവം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യം. നമ്മളിപ്പോ 2 ദിവസമായിട്ട് അരിച്ചു പെറുക്കി നോക്കിയിട്ട് വഴിയരികിലോ കടത്തിനോ കിടക്കുന്ന ഒരു തെണ്ടിയെങ്കിലും കിട്ടിയോ? അപ്പൊ ആ പരിപാടി നടക്കത്തില്ല. അപ്പം പിന്നെ വഴിയെന്താ? നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് ഉപേക്ഷിച്ചാൽ. ഈ അളിയൻ പണ്ട് ഇങ്ങനെയാ, ഒരു കാര്യത്തിനൊരു ഉറപ്പില്ല. ഒരു തീരുമാനം എടുത്താൽ മുമ്പോട്ടല്ലാതെ പുറകോട്ട് പിടിച്ചാലോ? പുരുഷോത്തമൻ നമുക്ക് നല്ല കാലത്തിന് ബുദ്ധി തോന്നിയത് നമ്മളായിട്ട് ഇടംകേടുണ്ടാക്കരുത്. ഇത്രയും ജനമാസമുള്ള നാടല്ലയോ, ആരെയും വന്ന് ചാടാതിരിക്കത്തില്ല ലിഫ്റ്റിന്. അവൻ നമുക്ക് ശരിക്കും ഒരു ലിഫ്റ്റ് കൊടുക്കാം. നിർത്ത് 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 ഹായ് നിർത്ത് 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 നിർത്താൻ. മെയിൻ റോഡിലൊന്ന് വിട്ട് തന്നാ മതി. ടാക്സി കിട്ടുന്നിടത്ത്. എന്റെ ഭാര്യ പ്രസവേനടുത്ത് പൊളയുക. എത്രയും വേഗം ആശുപത്രി കൊണ്ടുപോകണം. മുന്നോട്ട് കയറിയോ, ഞങ്ങൾ വിട്ടേക്കാം. എത്ര വണ്ടിക്ക് കൈ കാണിച്ചു, ഒരുത്തനെങ്കിലും നിർത്തണമല്ലോ. ഈ ഉപകാരം ഞാൻ മറക്കത്തില്ല. അല്ലേലും ഇന്നൊരു നല്ല ദിവസമാണ്. രാവിലെ ഷാർജയ്ക്ക് പോവാനുള്ള വിസ വന്നു. വീട്ടിലെല്ലാരും ആ സന്തോഷത്തിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് പെണ്ണും പിള്ളയ്ക്ക് പേറ്റ് നോവ് തുടങ്ങി. കന്നിപ്പേറ. ഈ ഉപകാരത്തിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ബ്രേക്ക് ഡൗൺ ആണോ? സഹായം വേണോ? കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മൂത്രം ഒഴിക്കാൻ നിർത്തിയത്. ശരി ശരി ശരി, വരട്ടെ. ആ ആ വന്നേ, ഇങ്ങോട്ട് തള്ളിക്കേ.
ആ പഴയ കാറ് വാങ്ങിച്ചോണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, എന്തിനാ ഈ സെക്കൻഡ് ഹാൻഡ് പോയി വാങ്ങിച്ചതെന്ന്. ആവശ്യം നടന്നാൽ പോരായോ എന്നായിരുന്നു ഉത്തരം. ഇന്നലെ സന്ധ്യയ്ക്ക് ഗൾഫിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരനെ കാണാനാണെന്നും പറഞ്ഞിറങ്ങിയതാ. ഈശ്വര, എൻ്റെ മോളുടെ ഗതി എന്തായി? ഒന്ന് കരമോളെ, മനസ്സിന്റെ ഭാരം ഒന്ന് കുറയട്ടെ. ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല, ഒരേ കിടപ്പ. പപ്പുള്ള സാറിൻ്റെ മോക്ക് അവസാനം നല്ല കാലം വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇങ്ങനെയായി. കാറിന് തീപിടിക്കാൻ കാരണം വല്ലതും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? വല്ല ശത്രുക്കളും? അങ്ങനെയൊന്നും ഒരു സംശയം ഞങ്ങൾക്കില്ല. പുരുഷോത്തമൻ നായർ എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു. ഇവിടെ അയലത്തെ പിള്ളേർക്കൊക്കെ ഫീസ് കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞൊന്ന് ചോദിക്കുമ്പോൾ ബന്ധവും സ്വന്തം ഒന്നും നോക്കാതെ സഹായിക്കും. പഴയ കാറായിരുന്നു, വല്ല ഷോർട്ട് സർക്യൂട്ടുമായിട്ട് കത്തിപ്പോയതാണെന്നാണ് എൻ്റെ സംശയം. എന്തായാലും വല്ലാത്തൊരു മരണമായി പോയി. ഇൻഷുറൻസ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെ വല്ലതും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലാകുന്നത്. എന്തായാലും തെളിവെടുപ്പൊക്കെ നടത്തി റിപ്പോർട്ട് തയ്യാറാവണം. അതുണ്ടായാലേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. കാറിൽ വെന്തിരിഞ്ഞു കണ്ട മൃതദേഹം പുരുഷോത്തമൻ നായരുടേതല്ല. പിന്നെ ആരുടേതാന്നാ? അതല്ലയോ വായിക്കുന്നത്. കൊല്ലം കഴിഞ്ഞ ദിവസം പുഞ്ചക്കരിയിൽ കത്തിയെരിഞ്ഞ കാറിൽ കണ്ട മൃതദേഹം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന കാറുടമ പുരുഷോത്തമൻ നായരുടേതല്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. നിയമം നിയമത്തിന്റെ വഴിക്കൂ. ആ വായിക്കേ, കുറെ ദിവസമായിട്ട് പത്രക്കാർക്കൊരു വാർത്ത കിട്ടാണ്ടിരിക്കുമായിരുന്നു. കൊല്ലപ്പെട്ടതെന്ന് സംശയിക്കുന്ന ഹതഭാഗ്യൻ ആരെന്നോ എവിടുത്തുകാരനെന്നോ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത വാച്ചും മോതിരവും പെട്രോൾ ക്യാനും ഇക്കാര്യത്തിൽ നിർണായകമായ തെളിവാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ കരുതുന്നു. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഊർജിതാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് അപകടമരണമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നും അഭ്യൂഹമുണ്ട്. സംഭവത്തിന് ശേഷം പുരുഷോത്തമൻ നായർ അപ്രത്യക്ഷനായതും പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോ സംഗതി കുഴഞ്ഞല്ലോ. പെങ്ങളെ ഇത് വായിച്ചോ? ഇത് വായിച്ചോ? മരിച്ചത് അളിയനല്ലെന്ന്. ദൈവം രക്ഷിച്ചു. അപ്പൊ പിന്നെ അളിയൻ എന്തിയേ?
ആരാണ് ഇവിടെ താമസം? ഞങ്ങളാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛനും കുട്ടൻചേട്ടനും മോളും ഞാനും. അവധിക്ക് വരുമ്പോൾ എൻ്റെ ഭർത്താവും. എന്താ ഭർത്താവിന്റെ പേര്? പുരുഷോത്തമൻ നായർ. ജോലി? ദുബായിലാ. എന്ത് ജോലി? അക്കൗണ്ടൻ്റാണ്. ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ട്രേഡിംഗ് കമ്പനി. പുരുഷോത്തമൻ നായർ വീട്ടിലില്ലേ? ഇല്ല. കഴിഞ്ഞ ബുധനാഴ്ച ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. പിറ്റേ ദിവസമാ അപകടത്തെപ്പറ്റി അറിയുന്നത്. അപകടത്തിൽ ബന്ധു മരിച്ചത് പുരുഷോത്തമൻ നായർ അല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോ മരിച്ചതാരാണ്? അറിയില്ല. പുരുഷോത്തമൻ നായർ ഇപ്പോൾ എവിടെ ഉണ്ടെന്നും അറിയില്ല അല്ലേ? ഇല്ല. അറിഞ്ഞാലും പറയത്തില്ല അല്ലേ? അപകടം ആർക്കും സംഭവിക്കാം. പക്ഷെ അതിന് ഒളിവിൽ പോകേണ്ട കാര്യമെന്ത്? അച്ഛൻ വീട്ടിലില്ലേ? ഇല്ല. എവിടെ പോയി? രാവിലെ പോയതാ. എവിടെ പോകുന്നു പറഞ്ഞില്ല. കുട്ടൻ വീട്ടിലില്ലേ? ഉണ്ട്. വെളിയിലോട്ടൊന്ന് ഇറങ്ങാൻ പറയൂ. കുട്ടനെന്നാണ് പേരല്ലേ? പുരുഷോത്തമൻ നായർ എവിടെയുണ്ടെന്നറിയാവോ? ദൈവത്തിന് തന്നെ അറിയാം. ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് മരിച്ചുപോയെന്നാ. ഇപ്പം കേൾക്കുന്നു ചത്തത് വേറെ ആരോ ആണെന്ന്. അപ്പം പിന്നെ അളിയൻ എങ്ങോട്ട് പോയി? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. ആരോടന്വേഷിച്ചാൽ അറിയാം. ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നുള്ളത് അച്ഛനും അമ്മാവനുമാ. അവർക്കാന്നേ വയസ്സായി. ഇതൊക്കെ അവരെങ്ങനെ അറിയും? ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. എന്തായാലും കുട്ടൻ്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വരും. വിളിപ്പിക്കുമ്പോൾ മരണം കേട്ടോ. പറയാനുള്ളത് ഞാൻ നേരത്തെ പറയുന്നു. കേസ് വളരെ ഗൗരവമുള്ളതാണ്. പുരുഷോത്തമൻ നായരുടെ കാറിൽ കരിഞ്ഞ നിലയിൽ കണ്ടയാളിനെ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ പാവത്തിനെ എന്തിനാണ്, എന്ത് വിരോധം കൊണ്ടാണ് കൊല ചെയ്ത് കത്തിച്ച് കളഞ്ഞത്? ഇതിനുത്തരം കണ്ടേ മതിയാവൂ. അതിനുവേണ്ട എല്ലാ മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. സർ, എന്താണ് അയാളുടെ പേര്? ആ കുട്ടൻ. അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല അല്ലേ? ഇല്ല സർ. എടോ, ചോദിക്കേണ്ട പോലെ ചോദിക്ക്, അപ്പൊ എല്ലാം പറയും. സർ, അയ്യോ, എന്റെ മോനെ ഉപദ്രവിക്കല്ലേ. അവനൊന്നും അറിഞ്ഞതല്ലേ. ശരി, എങ്കിൽ മകളെ ഇങ്ങോട്ട് അയക്കൂ. അവൾക്കറിയാതിരിക്കത്തില്ല. അയ്യോ, എന്റെ മോളെ ഉപദ്രവിക്കല്ലേ. ഉള്ള സത്യം പറഞ്ഞാൽ മതി, ആരും ഉപദ്രവിക്കത്തില്ല. എന്തായാലും കരഞ്ഞും വിളിച്ചും കാണിച്ച് ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. സർ, ഇന്നിനി അയാളെ ചോദ്യം ചെയ്താൽ ശരിയാവില്ല. അയാൾ ദീനക്കാരനാ. വല്ലതും സംഭവിച്ചു പോയാൽ. അല്ലെങ്കിലും താനൊരു പേടിച്ചു തൂറിയ. ശരി, തൽക്കാലം അയാളെ വിട്ടേക്ക്. സർ. തീർന്നില്ല, ഇനിയും വിളിക്കും. ഇവിടെ വന്നുള്ള സത്യം പറഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യില്ല. കേട്ടല്ലോ? ഈ പറഞ്ഞത് നിങ്ങളോടും കൂടാ. തൽക്കാലം പൊക്കോളൂ. ഇനി വിളിക്കുമ്പോൾ വരണം. ഓ. പ്രായമൊന്നും ചോദ്യം ചെയ്യലിന് ബാധകമല്ല.
പെങ്ങളെ വെള്ളം അനത്തിയായിരുന്നോ? വെള്ളം ചൂടായി കിടക്കുക. ഇപ്പൊ കുളിക്കുന്നോ? കുളിച്ചേക്കാം. ഈ മുക്കൂട്ടങ്ങ് കഴുകിക്കളയാലോ. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലല്ല, ഭേദ്യം ചെയ്യല നടക്കുന്നത്. ഇനി ഒന്നുകൂടെ അവർ പെരുമാറിയ എൻ്റെ ബാക്കി കാണത്തില്ല. നാട്ടുകാരനും അടുപ്പക്കാരനുമായത് കാരണം കേസ് അന്വേഷണത്തിൽ നിന്നും എന്നെ ഒഴിവാക്കിയിരിക്കുക. അത് പിന്നെ ന്യായമല്ലയോ? എന്തായാലും നമ്മൾ ബന്ധക്കാരും സ്വന്തക്കാരും ആവുമ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ സംഭവിക്കാം. എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ അങ്ങ് മൊഴി കൊടുത്തേക്കുക. എന്നാൽ പിന്നെ വേണ്ടാത്ത ദണ്ഡനവും ചോദ്യം ചെയ്യലും ഒക്കെ ഒഴിവാക്കാം. വന്നതൊക്കെ വന്നു. എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപ് ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കണം. നിങ്ങൾക്കിതൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. നല്ലൊരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം. കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുൻപ് ചെറിയൊരു ഫീസ് പുള്ളിക്കാരന് കൊടുക്കേണ്ടി വരും. അതിൽ പിശുക്കൊന്നും കാണിക്കരുത്. കാശിൻ്റെ കാര്യത്തിൽ വക്കീലന്മാർ പോലീസുകാരൊക്കെ മോശമാണ്. നമുക്കൊരു കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ പോലും ഒരുപക്ഷെ വല്ല രക്ഷാമാർഗവും അങ്ങേർക്ക് പറഞ്ഞു തരാൻ പറ്റിയേക്കും. എവിടെ വെച്ചാണ് ചെറുപ്പക്കാരൻ ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചത്? ആ വരുന്ന വളവിന് വെച്ചാ ഒരുത്തൻ കൈയും കാണിച്ച് റോഡിന്റെ നടുവിലോട്ട് ചാടുകയായിരുന്നു. ഞങ്ങളുടെ വണ്ടി നല്ല സ്പീഡിലാണ് വന്നത്. ചവിട്ടിട്ടൊന്നും നിന്നില്ല. ഇടിച്ചതും അയാൾ ചെന്ന് തെറിച്ച് വീണു. എന്നിട്ട് നിങ്ങൾ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്ത്? ഇടിച്ച് വീണ പാടെ അയാൾ മരിച്ചു സാർ. ആശുപത്രി കൊണ്ടുവന്ന എല്ലാത്തിനും ഉത്തരം പറയണ്ടായോ എന്ന് വിചാരിച്ച് അങ്ങ് ചുട്ടുകളയാന്ന് വെച്ചു അല്ലേ? അപ്പോഴത്തെ വെപ്രാളത്തിന് ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി. അതിനുള്ള ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ്. ഇത്രയും കാലം നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ശരിയും തെറ്റും തിരിയത്തില്ല അല്ലേ? യുവാവിനെ കൊന്ന് തീയിട്ട കേസിന് തുമ്പായി കൊല്ലം. പോലീസിന്റെ സത്വരമായ അന്വേഷണത്തിന്റെ ഫലമായി പാതിരാവിൽ ലിഫ്റ്റ് ചോദിച്ചു വന്ന യുവാവിനെ കൊന്ന് തീയിട്ട കേസിന് തുമ്പായെന്ന് പോലീസ്. കേസിലെ 2-3 പ്രതികൾ പോലീസിന് കീഴടങ്ങിയത് നാടകീയമായി ആയിരുന്നു. 1-ാം പ്രതിയും ദുബായിൽ ഉദ്യോഗസ്ഥനുമായ പുരുഷോത്തമൻ നായർ ഇനിയും ഒളിവിലാണ്. മറ്റ് പ്രതികൾക്കോ ബന്ധുക്കൾക്കോ അയാളെപ്പറ്റി വിവരമൊന്നുമില്ലാത്തത് കേസിന്റെ തുടർ നടപടികൾക്ക് ബാധകമായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. പപ്പുള്ള സാറും അളിയൻ പട്ടാളം കിട്ടുപിള്ളയെ അറിയാതെ പുരുഷോത്തമൻ നായർ എവിടെ പോകാനാ? ഗൾഫിൽ നിന്നുള്ള അറിവനുസരിച്ച് പുരുഷോത്തമൻ നായർ ഏതാണ്ട് ഒരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നെന്നും കാർ അപകടത്തിൽ മരിച്ചതാണെന്ന് വരുത്താനായി വഴി കണ്ടവനെ വണ്ടിയെ കയറ്റി ചുട്ടതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ എന്തെല്ലാം അക്രമങ്ങളാ ചെയ്യുന്നത്. ഇത് കണ്ടോ? അമ്മയുടെ തലയിൽ ഒരു നര. എവിടെ നോക്കട്ടെ. പറിച്ച് കളയട്ടെ അമ്മേ? അല്ലെങ്കിൽ വേണ്ട മോളെ, അതവിടെ നിന്നോട്ടെ. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ലല്ലോ. സാരമില്ല മോളെ, അതവിടെ നിന്നോട്ടെ. ശരി, ഇപ്പോഴത്തേക്ക് നിൽക്കട്ടെ. അമ്മ ഉറങ്ങുമല്ലോ,
അപ്പൊ ഞാൻ കത്രിക വെച്ച് വെട്ടിക്കളയും. എൻ്റെ പൊന്നു മോക്ക് കൊച്ചരടിയും കിട്ടും. ആ, നമുക്ക് നോക്കാം. ആരാ? എന്താ? എന്താ? എവിടുന്നാ? കാറോടുത്തി മരിച്ച രാഘവൻ്റെ മോന. ഇവിടുത്തെ സാറിന് ഇൻഷുറൻസ് അനുവദിച്ച് കിട്ടിയെങ്കിൽ കോളേജ് അഡ്മിഷൻ്റെ ഫീസ് കൊടുക്കാൻ കുറച്ച് രൂപ ഒന്ന് സഹായിക്കണമെന്ന് അമ്മച്ചി പറഞ്ഞയച്ചു. എല്ലാ സബ്ജക്റ്റിലും എനിക്ക് A+ കിട്ടിയിട്ടുണ്ട്. അയ്യോ കുഞ്ഞെ, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കാശൊന്നും കിട്ടിയിട്ടില്ല. കൊല്ലം 17 കഴിഞ്ഞു. ഇവിടുത്തെ സാറ് മരിച്ചതിന് തെളിവില്ലാത്തത് കൊണ്ട് ഇനി കിട്ടുമെന്നും തോന്നുന്നില്ല. കോളേജിൽ ചേരാൻ ഒത്തിരി പൈസയാവും. ഞങ്ങൾ പാവങ്ങളാ. ഞാൻ പഠിച്ച് ഒരു ജോലി കിട്ടിയിട്ട് വേണം അമ്മച്ചിയുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ. ഞങ്ങളും പ്രയാസത്തിലാ കുഞ്ഞെ. പക്ഷേ മോന് പഠിക്കാനുള്ള കാശ് എവിടുന്നെങ്കിലും ഞാൻ ഉണ്ടാക്കിത്തരാം. മോൻ സമാധാനമായിട്ട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. വിഷമിക്കണ്ടെന്ന് അമ്മയോട് പറയണം കേട്ടോ. മോൻ്റെ പേരെന്തുവാ? കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ നിൽക്ക്, ഞാനൊരു ചായ ഇട്ടുകൊണ്ട് വരാം. ചായ വേണ്ട, ഞാൻ പോകുന്നു. പെങ്ങളെ, ആരാ വന്നത്? അമ്മാവനോട് ഇതൊന്നും പറയണ്ട അമ്മേ. കുട്ടഞ്ചേട്ടൻ കൂടി അറിയേണ്ടതല്ലേ? വയ്യാതെ കിടക്കുന്ന അമ്മാവനോട് ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് എന്തിനാ? ദേവി, ദേവി വരും മോളെ. എത്ര നാളായി കണ്ടിട്ട്? വാ. രേവതി മോളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഡിഗ്രിക്ക് 2nd ഇയറാ. ഓ, എത്ര പെട്ടെന്നാ പിള്ളേരൊക്കെ വളരുന്നത്. പഠിക്കാൻ മിടുക്കിയല്ലയോ? അല്ലാതെ വരത്തില്ലല്ലോ. ഓ, അങ്ങനെ മിടുക്കിന്ന് പറയാൻ പറ്റത്തില്ല. കഷ്ടിച്ചങ്ങനെ പോകുന്നു. കാലത്തെ എണീക്കുവോ? കാലത്തെയൊക്കെ എണീക്കും, പക്ഷെ പഠിക്കാൻ ഇച്ചിരി മടിയാ. സൂക്ഷിക്കണം. ഈ പ്രായത്തിലാ പെൺപിള്ളേർക്ക് വേണ്ടാത്ത ഒക്കെ തോന്നുന്നത്. അവളങ്ങനെ ഒരു സ്വപ്നജീവിയൊന്നുമല്ല. എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ കോളേജിൽ പോയ കാലം പോലെ അല്ല. ഇപ്പം എല്ലാം തലതിരിഞ്ഞ. അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കരുതെന്നാ ആൺപിള്ളാരും ഇപ്പോഴത്തെ പെൺപിള്ളാരും വിചാരിക്കുന്നേ. ഇതുവരെ എന്തായാലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. മോള് കോളേജിൽ പോയിച്ച് വരുമ്പോൾ പതുക്കെ പുസ്തകവും നോട്ട് ബുക്കും ഒക്കെ ഒന്ന് മറിച്ച് നോക്കണം. ടീച്ചർ പറയുന്നത് പ്രേമലേഖനം കാണുമെന്നാണോ? കാണുമെന്നല്ല, എന്നാലും നമ്മളൊന്ന് കരുതുന്നത് നല്ലതാ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും. അവൾ എന്നിൽ നിന്ന് ഇന്ന് വരെ ഒന്നും ഒളിച്ചിട്ടില്ല. പപ്പുള്ള സാറിൻ്റെ വിവരം എന്തുണ്ട്? പരോളിൽ ഇറങ്ങാൻ താല്പര്യമില്ലെന്ന് എഴുതി കൊടുത്തതായിട്ട് പത്രത്തിൽ വായിച്ചു. അച്ഛനെ ആരെയും കാണാൻ താല്പര്യമില്ല. മരിച്ചെന്ന് കരുതിക്കൊള്ളാനാ പറഞ്ഞയച്ചത്. 2 തവണ ജയിലിൽ പോയിട്ടും കാണാൻ പറ്റാതെ തിരിച്ചു പോന്നു. മോളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ പോയത്. അച്ഛനെ ഈ അവസ്ഥയെ കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പാവ സാറ്. ഞങ്ങൾ ഒരേ സ്കൂളിൽ എത്ര കൊല്ലം ഒരുമിച്ച് ജോലി ചെയ്തതാ.
ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവമായിരുന്നു പപ്പുള്ള സാർ. തലയിലെടുത്തെന്നല്ലാതെ എന്തുവാ പറയുന്നേ. ഞാൻ പോട്ടെ ടീച്ചറെ, മോള് കോളേജിൽ നിന്ന് വരാറായി. കുട്ടൻചേട്ടൻ കിടപ്പില്ലാന്നറിയാമല്ലോ. ആ, അത് പറഞ്ഞപ്പോഴാ. നീ തനിച്ച് എങ്ങനെയാ കുഞ്ഞെ ഇതെല്ലാം കൂടെ നടത്തിക്കൊണ്ട് പോന്നേ? വീട്ടിലൊരു ആന്തുണ വേണ്ടായോ? സൗകര്യമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. പുരുഷോത്തമൻ നായർ ജീവിച്ചിരിപ്പുണ്ടേൽ എന്നേ വരേണ്ടതാ. ഇല്ലെന്ന് തന്നെ വിചാരിക്കണം. അയാൾക്കെന്തോ സംഭവിച്ചതായിരിക്കും. അല്ലേ ഇനിയിപ്പോൾ വന്നാൽ തന്നെ അയാൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് വിശേഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ ടീച്ചറെ, നേരെ ഒത്തിരിയായി. പണ്ടേ നിന്നോട് താല്പര്യമായിട്ട് നടന്ന ഒരു കൊച്ചനുണ്ട്, LIC ഓഫീസറാണ്. അവൻ പോയി ഒരു കല്യാണം കഴിച്ച് ആകെ കുഴപ്പമായി, പിരിയുകയും ചെയ്തു. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടോ? വേണ്ട ടീച്ചറെ. ദേവി, ദേവി, പേടിക്കരുത് ദേവി. ഇത് ഞാനാ, നിന്റെ പുരുഷൻ ചേട്ടൻ. പുരുഷൻ ചേട്ടനോ? ഇല്ല. നോക്കൂ, ഇത് ഞാനാണ്. അല്ല, നിങ്ങൾ പുരുഷൻ ചേട്ടനല്ല. ഓ, എനിക്ക് തെറ്റി. എന്നെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. എന്റെ രൂപം ഞാൻ മാറ്റി പ്ലാസ്റ്റിക് സർജറി ചെയ്ത്, അല്ലെങ്കിൽ ഇന്റർപോൾ എന്നെ അറസ്റ്റ് ചെയ്തേനെ. നോക്കൂ ദേവി, എന്റെ ശബ്ദം പഴയത് തന്നെ. ഈ ശബ്ദം കേട്ടാൽ എന്റെ തങ്കത്തിന് മനസ്സിലാവില്ലേ? കള്ളം. ഈ ശബ്ദം എന്റെ പുരുഷൻ ചേട്ടൻ്റെതല്ല. ശല്യപ്പെടുത്താതെ പോകൂ, അല്ലെങ്കിൽ ഞാൻ ഒച്ച വയ്ക്കും. അയൽക്കാർ വരും, നിങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. തങ്കം,
ഒന്ന് കേൾക്കൂ. നിന്നെ ഒന്ന് കാണാൻ, നിന്റെ സ്നേഹവാക്ക് കേൾക്കാൻ ആർത്തി പിടിച്ച് ഞാൻ വന്നതാണ്. ആരുടെയും കണ്ണിപ്പെടാതെ ഇരുട്ടത്ത് ഒളിച്ച്. എന്നെ ആട്ടിപ്പായിക്കില്ല തങ്കം. നിർത്തൂ, മതി. പെങ്ങളെ, എന്നെ ഒന്ന് എണീപ്പിച്ചിരുത്തോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല. അളിയനെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. മുഖമൊക്കെ മാറി, വല്ലാതെ തടി വെച്ചിരിക്കുന്നു. ശബ്ദത്തിൽ മാത്രം ഒരു വ്യത്യാസവും ഇല്ല. ദാ അപ്പുറത്തെ ജനലിൻ്റെ അവിടെ വന്ന് നിന്ന് വിളിക്കുന്നു. ഒരുപാട് വിളിച്ചതിന് ശേഷമാണ് നീ എണീറ്റ് വന്നത്. ഓടിച്ചെന്ന അളിയനെ കൈപിടിച്ച് അകത്ത് വിളിച്ചോണ്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദേവി, നീ അളിയനെ തിരിച്ചറിഞ്ഞില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ് വരട്ടി. എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. അപ്പോഴുണ്ട് പാവം അളിയൻ തലയും താഴ്ത്തി മിണ്ടാതെ ഇരുട്ടിലോട്ടിറങ്ങിപ്പോകുന്നു. ഹോ, എന്തൊരു സ്വപ്നമായിരുന്നത്.
ആരാ? ആരാന്നാ ചോദിച്ചത്? എന്താ മോളെ? അല്ല, അമ്മ എന്താ ശബ്ദം ഉണ്ടാക്കിയത്? ഓ, ഒന്നുമില്ല. ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. മോള് പോയി കിടന്നോ. ചേച്ചി, ചേച്ചി, പെങ്ങളെ ആരാണ്ട് വിളിക്കുന്നു. അമ്മച്ചി കൊടുത്തയച്ചതാ. ഞാൻ വെച്ച ഏത്തവാഴയിലെ കൊല കളഞ്ഞപ്പം ഒരു പടല് മുറിച്ച് അമ്മച്ചി ഉപ്പേരി വറുത്ത. ഇവിടുത്തെ അമ്മയ്ക്കും ചേച്ചിക്കും കൊടുത്തേച്ച് ഞങ്ങൾ കഴിക്കാവൂന്ന് അമ്മച്ചിക്ക് നിർബന്ധം. അയ്യോ മോനെ, മോൻ്റെ അമ്മ നല്ലൊരമ്മയായിരിക്കും. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തും. അമ്മച്ചി ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുക. മോനെന്തിനാ മുറ്റത്ത് നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറിയിരിക്കേ. എനിക്കൊരു മോളും മോനുമാ. ആ മോനാ നീ. ഈ അമ്മ സഹായിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോകേണ്ടി വന്നേനെ. അയ്യോ മോനെ, ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമയാ. ദേവതയെ കോളേജിൽ അയക്കുന്നില്ലേ, അതുപോലെയുള്ളൂ. ഇവിടുത്തെ അമ്മ ദൈവമാണെന്ന് അമ്മച്ചി പറയുന്നത്. അത് പറയുമ്പോഴെല്ലാം അമ്മച്ചിക്കറിയും. അത് കാണുമ്പോൾ ഞാനും കരയും. അയ്യോ മോനെ, ഞാൻ പോകുന്ന അമ്മ. രേവതിയുടെ പഠിത്തം മുറ്റത്തോട്ടായോ? എന്റെ പൊന്നപ്പച്ചി, പഠിക്കാനുള്ള ഓർത്ത വഴിയിലോട്ട് ഇറങ്ങിപ്പോ. എന്തായാലും അത് വേണ്ട. അത്യാവശ്യത്തിന് ഈ വീടും മുറ്റവും ഒക്കെ ഉണ്ടല്ലോ. പരീക്ഷ വന്നാലേ അവൾക്ക് പഠിക്കാനുള്ള ചൂട് വരും. ശാരദ വാ, കുറേ നാളായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്, പരാതികളൊക്കെ കേട്ടിട്ട്. ഓ, എന്തോ പറയാനാ ചേച്ചി. പിള്ളേർ രണ്ടുപേരും സ്കൂളിലായതോടെ ഒരുപാട് മാറ്റങ്ങളാ. ഇതുവരെ വീട്ടുകാരിയൊന്നും നോക്കാത്ത മനുഷ്യന് ഇപ്പൊ പിള്ളേരുടെ പഠിത്തത്തിലാ ശ്രദ്ധ. കൂടെ നടന്നവരൊക്കെ പറ്റിച്ചേച്ച് അവരുടെ പാട് നോക്കിപ്പോയി. അവസാനം നേർബുദ്ധി തോന്നി തുടങ്ങിയെന്നാ തോന്നുന്നേ. ചേച്ചിയുടെ ആഭരണങ്ങൾ പണയം വെച്ചിരുന്നതൊക്കെ ഇപ്പം എടുത്തു തരാമെന്ന് പറയുന്നുണ്ട്.
അതൊക്കെ ലേലത്തിൽ പോയി കാണത്തില്ലേ? ലേലത്തിൽ പോയെങ്കിൽ പുതിയത് പകരം വാങ്ങിത്തരാമെന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോ കയ്യഴിച്ച് സഹായിക്കുന്നുണ്ടെന്ന് ഒരു കിംവദന്തിയുണ്ട്. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, നന്നാവണമെന്ന് തോന്നിയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാരദയ്ക്ക് ഈ നർമ്മബോധമൊക്കെ എവിടുന്ന് വന്നു? ഒരു പരാതിയും കൊണ്ടല്ലാതെ ഇതിനുമുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ചേച്ചി ചിരിച്ചു കളയല്ലേ, ചിലപ്പോ നല്ലത് വല്ലതും നടന്നാലോ. ശാരദ ഇങ്ങനെ സന്തോഷമായിട്ട് കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ശരിയാ ചേച്ചി, ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. പുറമേ കാണിച്ചില്ലെങ്കിലും ചേച്ചി കാര്യമായ എന്തോ പ്രയാസത്തിലാണ്. എന്തായാലും പറയൂ, അണ്ണന്റെ കാര്യം ഓർത്താണോ? ദേവി, ദേവി. ആരാ? ഞാനാ ദേവി. എൻ്റെ തങ്കത്തിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഈ പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ പുരുഷൻ ചേട്ടനാണെങ്കിൽ, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇനി ഇവിടെ വരരുത്. അയ്യോ തങ്കം, നീ എന്താണ് ഈ പറയുന്നത്?
നോക്കൂ, ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പം വരില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പോയി സുഖമായി ജീവിക്കാം. സുഖമായി ജീവിക്കാമെന്നോ? എൻ്റെ അമ്മാവൻ കൊലക്കേസിലെ 3-ാം പ്രതി ജയിലിൽ കിടന്ന് മരിച്ചു. 2-ാം പ്രതി അച്ഛൻ ജയിലിൽ ചെന്ന് എന്നെ മോളും കാണണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പരോൾ നിരസിച്ച് മരണം കാത്ത് ജയിലിൽ കിടക്കുന്നു. കുട്ടൻ ചേട്ടനെ പോലീസുകാർ തല്ലിച്ചതച്ച് ചണ്ടിയാക്കി. ഏണൊടിഞ്ഞ് പാവം അപ്പുറത്തെ കട്ടിൽ കിടപ്പുണ്ട്. പിന്നെ പറക്കാൻ പറ്റാത്ത എൻ്റെ മക്കൾ. ഇതെല്ലാം വിട്ടിട്ട് ഞാൻ എവിടെയാണ് സുഖം തേടുന്നത്? എല്ലാറ്റിനും വഴിയുണ്ട് തങ്കം. നമുക്ക് വീണ്ടും വിവാഹിതരാവാം. ഞാൻ എത്രയും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പ്രചാരമുള്ള 2 പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുക്കുന്നു. മധ്യവയസ്കനും ആരോഗ്യവാനുമായ ഒരു മലയാളി ബിസിനസ്സുകാരന് അനുരൂപരായ സ്ത്രീകളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കുന്നു. ഫോട്ടോ സഹിതം ബോക്സ് നമ്പറിലേക്ക് എഴുതുക. കൊലപാതകം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത 1-ാം പ്രതി രക്ഷപ്പെട്ടെന്നാണോ? ഞാൻ പുരുഷോത്തമൻ നായരാണെന്ന് അറിയുന്ന ഒരാളേ ഉള്ളൂ. അത് എൻ്റെ തങ്കമാണ്. എങ്കിൽ എന്നോടൊരു കരുണ ചെയ്യൂ. എത്രയും വേഗം ഇവിടെ നിന്ന് പോകൂ. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. ദേവി, രേവതി മോള് വന്നു. ഒരു വിശേഷം പറയാനുണ്ട്. ഇന്നുണ്ടല്ലോ ഒരു 40-45 വയസ്സായ ഒരാള്. കണ്ടാല് അത്ര വഷളനാണെന്നും തോന്നത്തില്ല. പക്ഷേ എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പോകുന്നിടത്തൊക്കെ ഫോളോ ചെയ്യുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. കോളേജ് വിട്ട് ഗേറ്റ് കടക്കുമ്പോൾ രാജശ്രീ എന്നോട് പറഞ്ഞത്, ദേ നിന്നെ തന്നെ നോക്കിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നു. നോക്കുമ്പോൾ ശരിയാ. ഞാൻ ബസ് കയറുമ്പോഴും അയാൾ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ചെറുപ്പക്കാരൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കത്തില്ല. ബസ് വിട്ടപ്പോൾ പുറകേന്ന് മാറാതെ ഒരു ടാക്സി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിലയാൾ ഇങ്ങോട്ട് നോക്കിയിരിപ്പുണ്ട്. രാജശ്രീ പറഞ്ഞു വല്ല ഡിറ്റക്റ്റീവ് ആയിരിക്കുമെന്ന്. ഡിറ്റക്റ്റീവ് എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? ബസ് എവിടെയെങ്കിലും ആളിറങ്ങാൻ നിർത്തുമ്പോൾ കാറും നിൽക്കും. ഞാൻ ആ ജംഗ്ഷനിൽ ഇറങ്ങിയതും കാർ അങ്ങ് വിട്ടുപോയി. എന്തായാലും അങ്ങനെ വിട്ടുകൂടല്ലോ എന്ന് വിചാരിച്ച് കാറിൻ്റെ നമ്പർ ഞാൻ എഴുതിയെടുത്തു. നീ ആള് മോശമല്ലല്ലോ മോളെ. പെണ്ണായാൽ ഇതുപോലെ ചുണ വേണം. ആവശ്യം വന്നാൽ നമുക്കത് പോലീസിൽ കൊടുക്കാം. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. സാരമില്ല മോളെ, മനുഷ്യർ പല തരവല്ലയോ. നമ്മളിതൊന്നും കണ്ടതായിട്ടും കേട്ടതായിട്ടും കാണിക്കണ്ട. സൂക്ഷിച്ചു നോക്കിയതല്ലേ ഉള്ളൂ. സാരമില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ലതും കണ്ടാൽ നമുക്ക് അന്വേഷിക്കാം. മോളിൽ ചെന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകിയേച്ചു വാ, കാപ്പി കുടിക്കാം. കുട്ടൻ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ?
ദേവി ദേവി എന്റെ തങ്കം, ഞാൻ അവസാനമായി യാത്ര ചോദിക്കുന്നു. ഇനി വരില്ല. ചിന്തിച്ചതും ചെയ്തതൊക്കെ തെറ്റി. തിരുത്തലാവാത്തത് പിഴച്ചു. നമുക്കൊരുമിച്ച് കഴിയാമെന്ന വ്യാമോഹം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇവിടെ തീരുന്നു. ഇന്ന് ഞാനെൻ്റെ കുഞ്ഞിനെ കണ്ണിറങ്ങെ കാണുകയായിരുന്നു. അവൾ വളർന്നപ്പോഴേക്കും എൻ്റെ തങ്കത്തിൻ്റെ രൂപത്തിലായിരിക്കുന്നു. അവളെ മകളെ എന്ന് വിളിച്ച് ആശ്ലേഷിക്കാൻ ഞാൻ എത്ര തവണ ഓങ്ങി. ഇല്ല, തെറ്റുകൾ ഇനി ആവർത്തിച്ചുകൂടാ. എന്നോടൊപ്പം എൻ്റെ മോഹങ്ങളും മണ്ണടിയിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ശരീരവും ശബ്ദവും മാറിയിട്ടു എൻ്റെ പുരുഷൻ ചേട്ടൻ തന്നെയെന്ന് ഞാനെന്നറിയുന്നു. മറ്റാർക്കും എന്നെ ഇങ്ങനെ വരയ്ക്ക് മുറുക്കി സ്നേഹിക്കാൻ കഴിയില്ല. എന്നെ ആശ്വസിപ്പിക്കേണ്ട എൻ്റെ പുരുഷൻ ചേട്ടനാണ് ഇങ്ങനെ വിലപിക്കുന്നത്. ധൈര്യപൂർവ്വം ആനന്ദത്തോടെ ജീവിതത്തെ നേരിടും. സൗന്ദര്യവും സന്മനസ്സും സ്നേഹവും ഒക്കെയുള്ള ഒരു സ്ത്രീയെ കണ്ടെത്താനാണ് പ്രയാസം. മുൻപ് പറഞ്ഞ ആ പരസ്യത്തിൽ ഒരു വാചകം ചേർക്കാൻ മറക്കരുത്. അവനവനെ മറന്നുപോലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പാപം സ്ത്രീയാണ് അന്വേഷിക്കുന്നത്. മംഗളം നേരുന്നു. എന്താണ് അമ്മ ഇങ്ങനെ കരയുന്നത്? എന്താ ഇത്? പിന്നെ ഈ ദുസ്വപ്നം എല്ലാം കണ്ടോ? വായിക്കൂ. ഞാൻ സ്വയം അവസാനിപ്പിച്ചതാണ് എൻ്റെ ജീവിതം. എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. എല്ലാവരോടുമായി എനിക്കൊരപേക്ഷയേ ഉള്ളൂ. ദയവായി ഞാൻ ആരാണെന്ന് അന്വേഷിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നന്ദി, എല്ലാവർക്കും നന്ദി.
ആ